എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 68ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് ശ്രീരാമൻ വില്ലൊടിച്ചു. വില്ല് കൊലയ്ക്കണം എന്നേ വിചാരിച്ചുള്ളൂ, പക്ഷെ അത് ഒടിച്ചു. അത് കണ്ടതോടുകൂടിയിട്ട് ജനക മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകള്, പ്രാണങ്ങളെക്കാൾ വലുതായിട്ടുള്ള മകളെ ശ്രീരാമന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ജനകൻ. അതിനുള്ള അനുവാദം ചോദിക്കാനും അതുപോലെ ശ്രീരാമന്റെ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ മിഥിലാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടിയിട്ട് മന്ത്രിമാരെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത്. ഇനി എന്തൊക്കെയാണ് കഥകളെന്ന് നോക്കാം. 1ാമത്തെ ശ്ലോകം നോക്കാം. ജനകേന സമാദിഷ്ടാ ദൂതാസ്തേ ക്ലാന്തവാഹനാഃ ത്രിരാത്രമുഷിതാ മാർഗേ തേ യോധ്യാം പ്രാവിശൻ പുരീം. ജനകേന സമാദിഷ്ടാഹ ദൂതാഹ, ജനകനാൽ പറഞ്ഞയക്കപ്പെട്ടവരായിട്ടുള്ള ദൂതന്മാര്, മന്ത്രിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാണ് ദൂതന്മാര്. അവര് എങ്ങനെയുള്ളവരായി തീർന്നു? ക്ലാന്തവാഹനാഹ തേ, ക്ലാന്തവാഹനന്മാര്, കുതിരകളൊക്കെ ക്ഷീണിച്ചടങ്ങി. അതെന്തുകൊണ്ടാണ് കുതിരകൾ ക്ഷീണിച്ചത് എന്നുള്ളത് അടുത്ത വരിയിലാണ് പറയണത്. ത്രിരാത്രമുഷിതാഹ, 3 ദിവസം പിടിച്ചു ഈ മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്താൻ. അതുകൊണ്ട് അവരുടെ കുതിരകളൊക്കെ ക്ലാന്തരായി തീർന്നു. വേഗം പോയിട്ട് വിവരമറിയിച്ച് ദശരഥനെയും കൊണ്ടുവരണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടും വിശ്രമമില്ലാതെ തന്നെയാണ് അവരെല്ലാവരും പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ കുതിരകള്, വണ്ടികളൊക്കെ വല്ലാതെ ക്ഷീണിച്ചു. വണ്ടികൾക്കൊക്കെ കേടുപാടുകളോ ഒക്കെ വന്നടങ്ങി. അത്ര വേഗത്തിലാണ് കുതിരകൾ സഞ്ചരിച്ചത്. ഓടി ഓടി 3 ദിവസം പിടിച്ചു. ത്രിരാത്രം ഉഷിതാഹ, 3 രാത്രിയും പകലും വസിച്ചിട്ടാണ് അവര് മിഥിലാപുരിയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിയത്. അങ്ങനെ മാർഗേ, വഴിയിൽ വച്ച്, തേ അയോധ്യാം പുരിയും പ്രാവിശൻ, അവര് അയോധ്യ എന്ന് പറഞ്ഞ പുരിയിലേക്ക് പ്രവേശിച്ചു. അതായത് അയോധ്യ ഈ സാകേതത്തിന്റെ തലസ്ഥാനമാണ്. 3 ദിവസം യാത്ര ചെയ്തിട്ട് ഇവര് കൊട്ടാരത്തിലേക്ക്, നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തേ രാജവചനാത് ഗത്വാ രാജവൈഷ്മ പ്രവേശിതാഃ ദദൃശുർദേവസങ്കാശം വൃദ്ധം ദശരഥം നൃപം. തേ രാജവചനാത്, രാജാവിന്റെ വാക്ക് അറിയിക്കുക കാരണമായിട്ട്, അതായത് ജനക മഹാരാജാവ് പറഞ്ഞയച്ചവരാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവിന്റെ അനുവാദം വാങ്ങിയിട്ട്, ദശരഥന്റെ അനുവാദത്തോടു കൂടിയിട്ട്, തേ രാജവേശ്മ പ്രവേശിതാഃ ഗത്വ, അവിടെ ചെന്നിട്ട് രാജകൊട്ടാരത്തിലേക്കും പ്രവേശിച്ചു. അതായത് നഗരത്തിൽ മാത്രമല്ല, നഗരത്തിലേക്ക് എത്തിയാൽ പോരല്ലോ, രാജാവിനെ കാണണമല്ലോ. അപ്പൊ രാജാവിന്റെ, മഹാരാജാവായിട്ടുള്ള ദശരഥന്റെ അനുവാദം വേണം. ദശരഥന്റെ അനുവാദത്തോടു കൂടിയിട്ട് കൊട്ടാരത്തിന്റെ അകത്തേക്ക്, രാജകൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ ദർബാറിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ ദേവസങ്കാശം വൃദ്ധം ദശരഥം നൃപം ദദൃശു, ദേവനെ പോലെ വിളങ്ങുന്നവനും പ്രായം ചെന്നവനുമായ ദശരഥൻ എന്നു പേരുള്ള രാജാവിനെ അവിടെ വച്ച് കണ്ടു. ജനകൻ കുറെ കൂടി ചെറുപ്പാണ്, ജനക മഹാരാജാവിന് അത്ര പ്രായമില്ല. ദശരഥന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായത്. അപ്പോൾ കാത്തിരുന്ന് യാഗമൊക്കെ ചെയ്തിട്ടാണല്ലോ മക്കളുണ്ടായത്. അതുകൊണ്ട് തന്നെ വൃദ്ധനാണ്. ഈ ചെറിയ രാജകുമാരന്മാരുടെ അച്ഛൻ എന്നുള്ള പദവിയേക്കാളും അത്രയ്ക്ക് ചേരുന്നില്ല ദശരഥന്. ജനകന്റെ മകള് എന്ന് പറയുമ്പോൾ അത് നേരെ മകളെ പോലെ തന്നെയാണ്. പക്ഷെ ഈ ദശരഥനെ പറ്റി പറയുമ്പോൾ, ദശരഥന്റെ പുത്രന്മാരാണ് ഈ 4 പേരെന്ന് പറയുമ്പോൾ അവരുടെ പ്രായത്തിന് കുറെ വ്യത്യാസമുള്ളത് കൊണ്ട് വൃദ്ധനാണ് ദശരഥൻ എന്ന് തന്നെയാണ് ആദ്യമേ തന്നെ വാൽമീകി മഹർഷി പറയണത്. അങ്ങനെ ദേവനെ പോലെ വിളങ്ങുന്നവനും വളരെ ശ്രേഷ്ഠനാണ്, ഉത്തമനാണ്, നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശോഭിക്കുന്നവനായിട്ടുള്ള രാജാവിനെ, ദശരഥ മഹാരാജാവിനെ ആ ദൂതന്മാര് കണ്ടു. ബദ്ധാഞ്ജലിപുടാ സർവേ ദൂതാ വിഗതസാധ്വസാഃ രാജാനം പ്രശ്രിതം വാക്യമബ്രുവൻ മധുരാക്ഷരം. അവരവിടെ നിന്നിട്ട് ബദ്ധാഞ്ജലിപുടാഹ സർവേ ദൂതാഹ, ആ ദൂതന്മാരെല്ലാവരും തന്നെ കൈകൂപ്പി നിന്നുകൊണ്ട് ബദ്ധ അഞ്ജലിപുടന്മാരായിട്ട് വിഗത സാധ്വസന്മാരായി. വിഗത സാധ്വസന്മാരെന്ന് പറഞ്ഞാല് സാധ്വസം, ക്ഷീണം, തളർച്ച. രാജാവിനെ കണ്ടതോടു കൂടിയിട്ട്, കൊട്ടാരത്തിലെത്തിയതോടു കൂടിയിട്ട് എല്ലാ തളർച്ചയും മാറി. അല്ലെങ്കിൽ അവർക്ക് ക്ഷീണം തീർക്കാനുള്ള മാർഗങ്ങളൊക്കെ കൊട്ടാരത്തിലെത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടുമാവാം വിഗത സാധ്വസാഹ, ക്ഷീണമൊക്കെ മാറിയവരായിട്ട് ആ എല്ലാ ദൂതന്മാരും തന്നെ ദശരഥന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട്
പ്രശ്രിതം മധുരാക്ഷരം വാക്യം രാജാനം അബ്രുവൻ. വളരെ വിനയത്തോടു കൂടിയിട്ട് മധുരതരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള സംഭാഷണം ആരംഭിച്ചു. ദശരഥ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അടുത്ത ശ്ലോകം നോക്കാം. മൈഥിലോ ജനകോ രാജാ സാഗ്നിഹോത്ര പുരസ്കൃത മുഹുർമുഹുർമധുരയാ സ്നേഹ സംരക്തയാ ഗിരാ കുശലം ചാവ്യയം ചൈവ സോപാധ്യായ പുരോഹിതം ജനകസ്ത്വാം മഹാരാജ പൃച്ഛതേ സപുരസ്സരം. മൈഥിലോ ജനകോ രാജ, മിഥിലാധിപതിയായിട്ടുള്ള ജനക മഹാരാജാവ്, സ അഗ്നിഹോത്ര പുരസ്കൃത, അഗ്നിഹോത്രികളൊക്കെ കൂടിച്ചേർന്നിരിക്കുന്ന, അതായത് രാജാവ് ഇപ്പോൾ അഗ്നിഹോത്രയാഗം ചെയ്യായിരുന്നു എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ടാവണം അഗ്നിഹോത്രികളോടൊക്കെ ചേർന്നിട്ട് അഗ്നിഹോത്ര പുരസ്കൃതനായിട്ട്, അതുപോലെ ഋഷിമാരോടും ഈ പറഞ്ഞ ഋത്വിക്കുകളോടൊക്കെ ചേർന്നവനായിട്ടുള്ള ജനക മഹാരാജാവ്, മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും, സ്നേഹ സംരക്തയാ മധുരയാ ഗിര, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് മധുരമായിട്ട്, കുശലം അവ്യയം ച സോപാധ്യായ പുരോഹിതം ജനകം ത്വാം പൃച്ഛതേ, കുശലം ചോദിക്കുന്നു. ആദ്യം ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ് കുശലം ചോദിക്കുക. ഭദ്രം തേ, അങ്ങേക്ക് ഭദ്രമാവട്ടെ, അങ്ങേക്ക് സുഖം തന്നെയല്ലേ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, ആരോഗ്യം വർദ്ധിക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് പൊതുവെ കുശലമായിട്ട് പറയണത്. അതുപോലെ തന്നെ ഇവിടെ നേരിട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും ജനക മഹാരാജാവിന്റെ വാക്കുകളായിട്ട് ദൂതന്മാർ പറയാണ്, മഹാരാജാവ് മിഥിലയിലിരുന്നു കൊണ്ട് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ കുശലം ചോദിക്കുന്നു. അവ്യയം, അങ്ങേക്ക് ബുദ്ധിമുട്ടുകള് വയ്യായികകളൊന്നുമില്ലല്ലോ, അങ്ങക്ക് മാത്രമല്ല, സോപാധ്യായ പുരോഹിതം, ഉപാധ്യായന്മാരോടും പുരോഹിതന്മാരോടുമൊക്കെ കൂടിയിരിക്കുന്നവനായ അല്ലയോ മഹാരാജാവേ, ദശരഥ മഹാരാജാവേ, അങ്ങയുടെ കുശലം, അങ്ങയ്ക്ക് കുശലം തന്നെയല്ലേ എന്ന് ജനക ത്വാം സപുരസ്സരം പൃച്ഛതേ, ജനക മഹാരാജാവ് വളരെ വിനയത്തോടു കൂടിയിട്ട് പ്രശ്രിതമായ വാക്കുകളോട് കൂടിയിട്ട് അങ്ങയോട് ചോദിക്കുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലാവൂലോ ജനകന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്നവരാണ് എന്നുള്ള ആദ്യത്തെ ആ വാക്കുകളിൽ നിന്ന് തന്നെ അതൊക്കെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ മധുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, പൃഷ്ട്വാ കുശലമവ്യഗ്രം വൈദേഹോ മിഥിലാധിപ കൗശികാനുമതേ വാക്യം ഭവന്തമിതമബ്രവീത്. അങ്ങനെ കുശലമൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം, അതാണ് കുശലം അവ്യഗ്രം പൃഷ്ട്വാ, കുശലമല്ലേ എന്ന് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഒട്ടും പതറിപ്പോകാതെ, അതായത് വളരെ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചതിന് ശേഷം മിഥിലാധിപതിയായിട്ടുള്ള വിദേഹ രാജാവ് ജനക മഹാരാജാവ് കൗശികാനുമതേ, കൗശികന്റെ അനുമതിയോടുകൂടിയിട്ട് ഭവന്തം ഇതം വാക്യം അബ്രവീത്, ദശരഥ മഹാരാജാവെ അങ്ങയോടായിട്ട് ഈ വാക്കുകൾ അറിയിക്കാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കുശലം ചോദിക്കുന്നതും ജനക മഹാരാജാവാണ്, ഈ വാക്യങ്ങൾ അറിയിക്കാൻ പറയണതും ജനക മഹാരാജാവാണ്. അപ്പോൾ ജനക മഹാരാജാവിന്റെ വാക്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ദൂതന്മാരെല്ലാം അറിയിക്കുന്നത്. അങ്ങനെ ജനക മഹാരാജാവ് അവരവർക്ക് തോന്നിയത് ഒരു പ്രവൃത്തി ചെയ്ത് അതിനെപ്പറ്റി പറയാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ആ വാക്യം പറയുന്നതിന് വിശ്വാമിത്രന്റെ അനുവാദമുണ്ട്. വിശ്വാമിത്രന്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് പറയണത്. എന്താ പറയണത് നോക്കൂ. പൂർവം പ്രതിജ്ഞാ വിദിതാ വീര്യശുൽക്കാ മമാത്മജ രാജാനശ്ച കൃതാമർഷാ നിർവീര്യ വിമുഖീകൃതാ സേയം മമ സുതാ രാജൻ വിശ്വാമിത്ര പുരസ്കൃതൈഃ യദൃച്ഛയാ ഗതൈർരാജൻ നിർജിതാ തവ പുത്രകൈഃ. എന്റെ മകളെ പറ്റിയിട്ടാണ് ആദ്യം പറയണത്. പൂർവം മമ ആത്മജ വീര്യശുൽക്ക പ്രതിജ്ഞ വിദിത. ആദ്യമേ തന്നെ ഞാനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. മമ ആത്മജ, എന്റെ മകള് വീര്യശുൽക്കയാണ് എന്നുള്ള പ്രതിജ്ഞ സർവൈഹി വിദിത, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എന്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ അവൾ വീര്യശുൽക്കയാണ്. ആരെങ്കിലും അവരവരുടെ വീര്യം തെളിയിച്ചാൽ മാത്രമേ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളത് പ്രസിദ്ധമായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ ആ വീര്യം തെളിയിക്കാൻ പറ്റാത്തവരായിട്ടുള്ള രാജാക്കന്മാര്, രാജാനഹ കൃതാമർഷാഹ നിർവീര്യാഹ വിമുഖീകൃതാഹ, അവർക്ക്
പല രാജാക്കന്മാർക്കും വന്നിട്ട് അവരവരുടെ വീര്യം തെളിയിക്കാൻ പറ്റാത്തത് കാരണം അവര് എന്നോട് മുഖം തിരിക്കുകയും എന്നോട് ശത്രുത പുലർത്തുകയും ഒക്കെ ചെയ്തു. അതാണ് കൃതാമർഷാഹ നിർവീര്യാഹ, അവർക്ക് വീര്യം തെളിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വിമുഖരായിട്ട് നിന്നുകൊണ്ട് എന്നെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ മകളെയും ഒക്കെ വളരെ വിദ്വേഷത്തോടു കൂടിയിട്ട് പറയുകയൊക്കെ ഉണ്ടായി. അവൻ ഞങ്ങളെ ചീത്ത പറയുകയും ഞങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായി. അതൊരു പഴങ്കഥയാണ്. എൻ്റെ മകള് വീര്യശുൽക്കയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ എൻ്റെ മകള് വീര്യശുൽക്ക തന്നെയാണ് എന്നുള്ളത് തീരുമാനമായി. സാ ഇയം മമസുത, അങ്ങനെയുള്ള എൻ്റെ മകളുണ്ടല്ലോ, അല്ലയോ രാജൻ, മഹാരാജാവേ, ദശരഥ മഹാരാജാവേ, വിശ്വാമിത്ര പുരസ്കൃതൈഹി യദൃച്ഛയാ ആഗതൈഹി തവ പുത്രകൈഹി നിർജിത. ആ മകളെ ഞാനിങ്ങനെ വീര്യശുൽക്കയായിട്ട് പ്രഖ്യാപിച്ചവളായിട്ടുള്ള മകള് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യദൃച്ഛയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃച്ഛികമായിട്ട് എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നവരായ വിശ്വാമിത്ര പുരസ്കൃതൈഹി തവ പുത്രകൈഹി, വിശ്വാമിത്രൻ കൊണ്ടുവന്നവരായിട്ടുള്ള അങ്ങയുടെ പുത്രന്മാരാൽ, ബഹുവചനം പറയണത് ശ്രീരാമനോടുള്ള ബഹുമാനം കാരണമാണ്. അതാണ് അങ്ങയുടെ പുത്രന്മാരാൽ, അങ്ങയുടെ പുത്രനാൽ. അതെന്ത് സംഭവിച്ചു? നിർജിത, സാ നിർജിത, അവൾ വീര്യശുൽക്കയാണ് എന്നുള്ളത് തീരുമാനമാക്കി. അവളെ ജയിച്ചു. അതായത് ഈ ഒരു ഉപാധി വച്ചത് നന്നായി, ഉപാധി നടക്കുന്നത് തന്നെയാണ് എന്നുള്ളത് തീരുമാനമായി. അങ്ങയുടെ പുത്രന്മാരാണ്, അല്ലെങ്കിൽ അങ്ങയുടെ പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണത് എനിക്ക് സാധ്യമാക്കി തന്നത്. അടുത്തത് 9ാമത്തെ ശ്ലോകം നോക്കാം. തച്ചരത്നം ധനുർദിവ്യം മധ്യേ ഭഗ്നം മഹാത്മനാ രാമേണ ഹി മഹാബാഹോ മഹത്യാം ജനസംസദീ. അതിനൊരു കാരണം ഉണ്ടായി. എന്താണ് വീര്യശുൽക്കയാണെന്ന് പറയുമ്പോൾ എന്തൊരു കാര്യമാണ് ഓരോ രാജകുമാരന്മാരും ചെയ്യേണ്ടിയിരുന്നത്? അതാണ് തച്ച. അതെന്താണെന്നുണ്ടെങ്കിൽ ദിവ്യം ധനുരത്നം, ദിവ്യമായിട്ടുള്ള ധനുസ്സൊരെണ്ണം. അതുകൊണ്ടാണ് അതിനെ രത്നം എന്ന് വിളിക്കുന്നത്. എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതിനെയൊക്കെ രത്നം എന്ന് വിളിക്കും. കന്യാരത്നം, അതുപോലെ അശ്വരത്നം, ഗജരത്നം എന്നൊക്കെ പറയണത് രത്നം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ശ്രേഷ്ഠവാചിയായിട്ടുള്ള വാക്കാണ്. അങ്ങനെ ഉള്ള ദിവ്യമായിട്ടുള്ളൊരു ധനുസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മഹാത്മനാ രാമേണ മധ്യേ ഭഗ്നം, മഹാത്മാവായിട്ടുള്ള രാമൻ, മഹാത്മാക്കൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മഹാത്മാവായിട്ടുള്ള അങ്ങയുടെ പുത്രനാണെങ്കിലും ഞാൻ ആ ബാലകനെ മഹാത്മാവ് എന്നാണ് വിളിക്കുന്നത്. ആ രാമനാൽ അത് നടു മുറിക്കപ്പെട്ടു, ആ വില്ലൊടിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉപാധിയിൽ ശ്രീരാമന് എൻ്റെ മകളായിട്ടുള്ള സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എവിടെ വെച്ചിട്ടാണ്? അത് രഹസ്യമായിട്ടൊന്നുമല്ല. മഹത്യാം ജനസംസദി, മഹത്തായിട്ടുള്ള വലിയൊരു സഭയിൽ, ജനങ്ങളെല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്ന വലിയൊരു സഭയിൽ വെച്ചിട്ടാണ് ശ്രീരാമൻ ആ വില്ലൊടിച്ചത്. അതായിരുന്നു ഞാൻ പ്രഖ്യാപിച്ചതായിട്ടുള്ള വീര്യപ്രദർശനം. അത് ശ്രീരാമൻ ചെയ്തു. അതോടുകൂടിയിട്ട് എൻ്റെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയായി ശ്രീരാമന്. അതിനുള്ള അനുവാദം തരണം എന്നുള്ളതാണ് ജനക മഹാരാജാവ് ആദ്യം തന്നെ ദശരഥനോട് ചോദിക്കുന്നത്. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അതും കൂടി പറഞ്ഞാലേ ഈ ഒരു സന്ദർഭം തീരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 10 ശ്ലോകങ്ങൾ എടുത്തത്. അസ്മൈ ദേയാമയാ സീത വീര്യശുൽക്കാ മഹാത്മനെ പ്രതിജ്ഞാം തർത്തുമിച്ഛാമി തദനുജ്ഞാതുമർഹസി. അതുകൊണ്ട് അസ്മൈ, അങ്ങനെയുള്ളവനായ മഹാത്മനെ, മഹാത്മാവായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനായിക്കൊണ്ട് മയാ വീര്യശുൽക്ക സീതാദേയ, മയാ എന്നാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളായിട്ടുള്ള സീതയെ നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനായിട്ട് നൽകാൻ, വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് മോഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയാൽ എന്തുണ്ടാവുള്ളൂ? പ്രതിജ്ഞാം തർത്തുമിച്ഛാമി, വീര്യശുൽക്കയാണ് എന്നുള്ള പ്രതിജ്ഞയെ എനിക്ക് തരണം ചെയ്യണം. അതിവിടെ നടന്നതായിട്ട് എല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ട് ശ്രീരാമന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല കേട്ടോ, അത് ചെയ്യാൻ ഒരാൾക്കേ സാധിച്ചുള്ളൂ. ശ്രീരാമനെ ജനക മഹാരാജാവിന് ക്ഷബോധിക്കും ചെയ്തു. അതും പറയണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കണോ എന്നുള്ളത് രണ്ടാമതൊന്നുകൂടി ആലോചിക്കും. പക്ഷേ എല്ലാം കൊണ്ട് ഉത്തമനാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനകൻ ഇനി വേറെ തിരഞ്ഞെടുക്കാനൊന്നുമില്ല.
അതുകൊണ്ട് തദനുജ്ഞാതുമർഹസി, അച്ഛനാണല്ലോ, അച്ഛൻ അനുവദിക്കണം, അതിനുള്ള അനുജ്ഞ എനിക്ക് നൽകണം, അതിനിവിടെ വരണം എന്നൊക്കെയാണ് ക്ഷണിക്കാൻ പുറപ്പെടുന്നത്. അതിനുള്ള അനുവാദം തരണമെന്ന് ഈ ദൂതന്മാരെല്ലാവരും കൂടിയിട്ട് ദശരഥനോട് വളരെ വിനയത്തോടു കൂടിയിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ജനകേന സമാദിഷ്ടാ ദൂതാസ്തേ ക്ലാന്തവാഹനാഃ ത്രിരാത്രമുഷിതാ മാർഗേ തേ യോധ്യാം പ്രാവിശൻ പുരീം തേ രാജവചനാദ് ഗത്വാ രാജവേശ്മ പ്രവേശിതാഃ ദദൃശുർദേവ സംകാശം വൃദ്ധം ദശരഥം നൃപം ബദ്ധാഞ്ജലിപുടാഃ സർവേ ദൂതാ വിഗതസാധ്വസാഃ രാജാനം പ്രശ്രിതം വാക്യമബ്രുവൻ മധുരാക്ഷരം മൈഥിലോ ജനകോ രാജാ സാഗ്നിഹോത്ര പുരസ്കൃത മുഹുർമുഹുർമധുരയാ സ്നേഹസംരക്തയാ ഗിരാ കുശലം ചവ്യയം ചൈവ സോപാധ്യായ പുരോഹിതം ജനകസ്ത്വാം മഹാരാജ പൃച്ഛതേ സ പുരസ്സരം പൃഷ്ട്വാ കുശലമവ്യഗ്രം വൈദേഹോ മിഥിലാധിപ കൗശികാനുമതേ വാക്യം ഭവന്തമിദമബ്രവീത് പൂർവം പ്രതിജ്ഞാ വിദിതാ വീര്യശുൽക്കാ മമാത്മജാ രാജാനശ്ച കൃതാമർഷാ നിർവീര്യാ വിമുഖീകൃതാ സേയം മമ സുതാ രാജൻ വിശ്വാമിത്ര പുരസ്കൃതൈഃ യദൃച്ഛയാഗതൈരാജൻ നിർജിതാ തവ പുത്രകൈഃ തച്ചരത്നം ധനുർദിവ്യം മധ്യേ ഭഗ്നം മഹാത്മനാ രാമേണ ഹി മഹാബാഹോ മഹത്യാം ജനസംസദി അസ്മൈ ദേയാ മയാ സീതാ വീര്യശുൽക്കാ മഹാത്മനെ പ്രതിജ്ഞാം തർത്തുമിച്ഛാമി തദനുജ്ഞാതുമർഹസി. ഇങ്ങനെ വളരെ നല്ല നല്ല വാക്കുകളെ കൊണ്ട് ജനകന്റെ ആ ഒരു അഭ്യർത്ഥന ദൂതന്മാര് ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ദശരഥൻ ചെയ്യാൻ പോണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.